ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും തിരുമല വാർഡ് കൗൺസിലറുമായിരുന്ന ശ്രീ തിരുമല അനിൽ, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ചടങ്ങുകൾ കഴിഞ്ഞ് അഗ്നിക്ക് സമർപ്പിച്ചു. തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, പൊതുസമൂഹത്തിൽ വളരെ വലിയൊരു വിടവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ സമയം വരെ ഞങ്ങൾ പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, അദ്ദേഹം പ്രസിഡന്റായിട്ടുള്ള ബാങ്കിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായിരുന്നു. ലോൺ എടുത്ത പലരും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാത്തൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് പരമാവധി തരണം ചെയ്യുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ തന്നെ. രാത്രിയും പകലും അവർ കഠിനാധ്വാനത്തിലായിരുന്നു. അപ്പോൾ ചില കോണുകളിൽ നിന്നും ആ പണം വേഗം ലഭിക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിരന്തരം തമ്പാനൂർ പോലീസ് അദ്ദേഹത്തെ ഹരാസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് എത്തിച്ചത്. പോലീസിനോടുൾപ്പെടെ ലോൺ എടുത്തവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തീർക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സഹപ്രവർത്തകരൊക്കെ സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായി ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം വേറെ ചില അപകട സൂചനകൾ കൂടി നൽകുന്നതാണ്. അത് സമൂഹം ചർച്ച ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി തിരുമല അനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ വളരെ അടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. കഴിഞ്ഞ 5 വർഷമായി കോർപ്പറേഷൻ നടക്കുന്ന എല്ലാ സമരങ്ങളുടെയും ഏറ്റവും മുൻപിൽ നിന്നുകൊണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരിൽ ഒരാൾ ശ്രീ തിരുമല അനിലായിരുന്നു. ആദ്യമായി കൗൺസിലിലേക്ക് കടന്നു ചെന്ന എനിക്ക് പോലും കൗൺസിലിലെ കാര്യങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചു തരികയും ഒരു സമരം ഏതൊരു തരത്തിൽ നമുക്ക് കൊണ്ടുപോയി വിജയിപ്പിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേക്കും പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും മുൻപിൽ നിന്ന് തന്നെ പോരാടുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോരാട്ടം CPM-നെ പല ഘട്ടങ്ങളിലും കഴിഞ്ഞ 4.5 വർഷക്കാലം CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന നികുതി വെട്ടിപ്പ് സമരം, അതോടൊപ്പം തന്നെ അനധികൃത നിയമനത്തിനെതിരെ 56 ദിവസം തുടർച്ചയായി നടത്തിയ സമരം, ഇതൊക്കെ തന്നെ CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അവരുടെ പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ശക്തമായി CPM-നെതിരെ തിരുമല അനിൽ സമരം ചെയ്യുന്നതുകൊണ്ട് അനിലിനെ ഏതു തരത്തിലും നിർവീര്യമാക്കുവാനുള്ള ഒരു മാർഗമായി അദ്ദേഹത്തിൻ്റെ ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയെ CPM ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, 2 ദിവസം മുമ്പാണ് മുട്ടത്തറ വാർഡിലെ CPM കൗൺസിലർ കൈക്കൂലി വാങ്ങിയത് ഒരു ചാനൽ ക്യാമറയിൽ പെടുകയും അദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ആ വാർത്തയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തിരുമല അനിൽ സമരങ്ങളുടെ മുൻപിൽ നിന്നാൽ അനിലിനടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, അദ്ദേഹത്തിൻ്റെ ബാങ്കിനെ പ്രതിസന്ധിയിലാക്കും, പോലീസ് കേസ് രജിസ്റ്റർ അറസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഭീഷണികളുണ്ടായിരുന്നു. നിങ്ങൾ മാധ്യമങ്ങൾക്കൊക്കെ അറിയാം, കഴിഞ്ഞ 7-8 മാസമായി ശ്രീ തിരുമല അനിൽ സമരങ്ങളുടെ മുൻപിലില്ല. എന്നാൽ കഴിഞ്ഞ 4 വർഷം അദ്ദേഹമായിരുന്നു എല്ലാ സമരത്തിൻ്റെ മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 2-3 പേരിൽ ഒരാൾ. കഴിഞ്ഞ 7-8 മാസമായി അദ്ദേഹം കോർപ്പറേഷനിൽ CPM-നെതിരായ പല വിഷയങ്ങളിലും സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ 1-2 തവണ ഞങ്ങളൊക്കെ നിർബന്ധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്കിൻ്റെ പ്രതിസന്ധിയാണ്, അപ്പോൾ വിഷയങ്ങൾ പഠിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചില്ല. പക്ഷേ CPM-നെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കഴിഞ്ഞാൽ, വിഷയങ്ങളിലൊക്കെ തന്നെ ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാൽ ആ ബാങ്കിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊടുക്കും, അടുത്ത തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാക്കും എന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ള വസ്തുതകളാണ് പുറത്തു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇന്നലെ അഞ്ചേട്ടൻ അവിടെ ആത്മഹത്യയിൽ നിൽക്കുകയാണ്. പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയിട്ട് അദ്ദേഹത്തെ അഴിച്ച് താഴെ ഇറക്കിയില്ല. അതിനിടയ്ക്ക് തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തുകയാണ്, രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയാണ്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് മുകളിൽ നിൽക്കുമ്പോഴേക്കും അതിനെ അഴിച്ച് താഴെ ഇറക്കുവാനുള്ള സമയം പോലും നൽകാതെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MLA വി ജോയ് അനിലിനെതിരെയും BJP-ക്കെതിരെയും പത്രസമ്മേളനം നടത്തുകയാണ്. എന്നിട്ട് അവർ ഇന്നലെ വൈകുന്നേരം തന്നെ അനിലിൻ്റെ മൃതശരീരം ഇന്നാണ് ഇവിടെ സംസ്കരിച്ചത്. ആ മൃതശരീരം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരം സംഘടിപ്പിക്കുന്നത് CPM-ന്റെ രാഷ്ട്രീയ പരിപാടിയാണ്. ഞങ്ങൾക്കതിൽ വിയോജിപ്പൊന്നുമില്ല. പക്ഷേ കാത്തിരുന്നത് പോലെ CPM-ന്റെ മുട്ടത്തറ കൗൺസിലർ കൈക്കൂലി വാങ്ങിച്ച വാർത്ത ശ്രദ്ധയിൽ വന്ന ഉടൻ തന്നെ അവർ അനിലിനെ ഭീഷണിപ്പെടുത്തുവാൻ ആരംഭിച്ചു. ശക്തമായ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ശക്തമായി ഇതിനെ നേരിടും.
CPM-നെതിരായി കോർപ്പറേഷനിലെ അഴിമതികൾ ഉന്നയിച്ച ഒരു കൗൺസിലറെ അദ്ദേഹത്തെ കേസിൽപ്പെടുത്തി കൊടുക്കും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കും എന്ന പ്രതികാര ബുദ്ധിയോടെ അദ്ദേഹത്തെ സമരരംഗത്ത് നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ വലിയൊരു ഗൂഢാലോചനയും നടത്തിയിട്ടുണ്ട് CPM. ശക്തമായ ഒരു മറുപടി പറയേണ്ടി വരും. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഇതിനെ നേരിടും.